Hello, hi, and welcome to Home Baker by Family Grocer. And it's me, Jinsi. So, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ക്ലാസിക് ചോക്ലേറ്റ് കേക്കാണ്. ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്ക്. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ല. സോ, ഇന്നത്തെ ഈ ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്ക് എല്ലാ ചോക്ലേറ്റ് ലവേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ കേക്ക് വളരെ സോഫ്റ്റും മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ ഫില്ലിങ് വരുമ്പോൾ ചോക്ലേറ്റിൻ്റെ റിച്ച്നെസ് ഒത്തിരി ഉള്ള ഒരു ചോക്ലേറ്റ് ഗനാഷാണ്. ഞാൻ ഈ കേക്ക് ഇവിടെ ചെയ്യുന്നത് 3 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ഫ്രോസ്റ്റിംഗ്, സെക്കൻഡ് ഈസ് കേക്ക് ബേക്കിംഗ് ആൻഡ് തേർഡ് ഈസ് കേക്ക് ഡെക്കറേഷൻ. ഈ ഫ്രോസ്റ്റിംഗ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗനാഷാണ്. ഈ ഗനാഷ് സാധാരണ ഗനാഷ് പോലെ അത്ര ടൈറ്റും ആയിട്ടുള്ള ഒരു ടെക്സ്ചറേ അല്ല, വളരെ ലൈറ്റും സിൽക്കി ആൻഡ് ഗ്ലോസി ടൈപ്പ് ടെക്സ്ചറാണ്. ഇത് പെട്ടെന്ന് അങ്ങനെ സെറ്റ് ആവത്തൊന്നുമില്ല, ഇങ്ങനെ ആ ഒരു സിൽക്കി ടൈപ്പ് ടെക്സ്ചറാണ് ഇതിനുള്ളത്. സോ ഞാനിവിടെ ഈ ഗനാഷ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ബൗളിലാണ്. ഈ ബൗൾ ഞാൻ ഈ പാനിൻ്റെ മേലെ വെച്ച് ഈ പാനിലെ വെള്ളം നന്നായി ചൂടായിട്ട് ഒന്ന് സിമ്മറിലിട്ടിട്ടാണ് ഞാൻ ഈ പാനിൻ്റെ മേലെ വെക്കുന്നത്. അല്ല, നിങ്ങളുടെ വീട്ടിൽ ഈ മൈക്രോവേവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ 1 മിനിറ്റ് നന്നായി ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെയും 1 മിനിറ്റ് വെച്ച് പിന്നെ നന്നായി ഇളക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. ഈ ചോക്ലേറ്റ് ഗനാഷിലെ ഈ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും ക്രീമൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്ന വരെ മൈക്രോവേവിൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ ഞാൻ ഇന്നിവിടെ മൈക്രോവേവിലല്ല ചെയ്യുന്നത്, ഞാൻ ഇന്നൊരു ബൗളും പാനും യൂസ് ചെയ്താണ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: ഡാർക്ക് ചോക്ലേറ്റ് 170 grams, അതേപോലെ തന്നെ ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ്. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കണം. അത് 130 grams ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഹെവി ക്രീമൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് ഇവിടെ 75 ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇതെല്ലാം കൂടി ഞാൻ ഈ ബൗളിലേക്ക് ഇടാണ്. ചോക്ലേറ്റ് കുറച്ചൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് നല്ലത് കേട്ടോ, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബട്ടർ ഇടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. നമുക്കിവിടെ കാണാമല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. അതേപോലെ തന്നെ ഞാൻ അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കാം. സോ ഇന്നത്തെ ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇന്നത്തേക്ക് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാണ്. കുറച്ച് മതി കേട്ടോ. ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കറക്റ്റ് ആ സ്വീറ്റ്നെസ്സിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. സോ ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇത് പാനിലേക്ക് വെക്കാൻ പോവാണ്. സോ പാനിൽ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ചാൽ പാനിൽ വെള്ളം നന്നായി ചൂടാവണം. ചൂടായിട്ട് അത് സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ ബൗൾ അതിൻ്റെ മേലെ വെക്കത്തുള്ളൂ. അതേപോലെ തന്നെ പാനിൽ വെള്ളം ഇത്ര ലെവലേ പാടുള്ളൂ. അതായത് ഞാൻ ഈ വെക്കാൻ പോകുന്ന ഈ ബൗളിൻ്റെ ലോവർ പോർഷൻ പാനിൻ്റെ അടിയിലത്തെ വെള്ളത്തിന് ടച്ച് ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ ടച്ച് ചെയ്താൽ ഈ ബൗൾ പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ചോക്ലേറ്റും പെട്ടെന്ന് ഹീറ്റാവും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഗനാഷ് നമുക്ക് കിട്ടത്തില്ല. ഈ ചോക്ലേറ്റ് കുറച്ച് കയ്പ്പ് ടേസ്റ്റ് ആവും. അതാണ് ഈ പാനിൻ്റെ വെള്ളം വെക്കുന്ന ഇത് കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാം ഇത് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സോ ഞാൻ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. സോ എൻ്റെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബട്ടർ മെൽറ്റായതിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ നല്ല മണമുണ്ട്. യമ്മി ഫീലാണ് ഈ മണം. അപ്പോൾ എൻ്റെ ഈ ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ടൊന്ന് കൂളാവട്ടെ. ഈ സമയം നമുക്ക് സ്പോഞ്ച് കേക്കിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഞാൻ ഈ സ്പോഞ്ച് കേക്കിലേക്ക് ആദ്യം ഞാൻ ചെയ്യണത് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ ഇതിൽ ചെയ്യണത്. സോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്
ബ്രൗൺ ഷുഗർ 100 grams ആൻഡ് കൊക്കോ പൗഡർ, ലൈറ്റ് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് 50 grams. പിന്നെ അതേപോലെ തന്നെ വാനില എസൻസ് 1/2 ടീസ്പൂണേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. പിന്നെ ബോയിലിംഗ് വാട്ടർ. സോ ഇതെല്ലാം കൂടി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ആദ്യം ബ്രൗൺ ഷുഗർ ഇട്ടു. പിന്നെ ഇതാ കൊക്കോ പൗഡർ, ലൈറ്റ് കൊക്കോ പൗഡറാണ് കേട്ടോ. പിന്നെ വാനില ഞാൻ ഇവിടെ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്, 1/2 ടീസ്പൂൺ വാനില. പിന്നെ ബോയിലിംഗ് വാട്ടർ ഞാൻ ഇവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 250 ml ആണ് ബോയിലിംഗ് വാട്ടർ ഉള്ളത്. ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കൊക്കോ പൗഡറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ആ ലംസ് നന്നായിട്ടത് മെൽറ്റ് ആകുന്ന വരെ ലംസ് നമ്മൾ കളയണം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കൊക്കോ പൗഡർ മാത്രമല്ല, ഞാൻ ലൈറ്റ് ബ്രൗൺ ഷുഗർ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഡിസോൾവ് ആവുന്ന വരെ നമ്മൾ വിസ്ക് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. സൈഡിൽ വരുന്നതൊക്കെ ഒന്ന് സ്ക്രേപ്പ് ഡൗൺ ചെയ്യുക വിസ്ക് വെച്ചിട്ട്. സോ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി വിസ്ക് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ ചെയ്യാൻ പോണത് കേക്കിലേക്കുള്ള സെക്കൻഡ് 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ബട്ടർ 135 grams, അതേപോലെ തന്നെ ഷുഗർ ഞാൻ പൊടിച്ചാണ് ഇവിടെ ചേർക്കുന്നത് 150 gram. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വുഡൻ സ്പാച്ചുല വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. അത് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഞാനിവിടെ എടുത്തേക്കുന്ന ബട്ടർ ഇവിടെ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറല്ലേ, ഈ യെല്ലോയിഷ് ഒന്ന് മാറി ഒരു വൈറ്റ് ആകുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ ഷുഗർ ഞാൻ ഇതിനകത്തേക്ക് ഇടണം. സോ നമുക്കിത് രണ്ടും ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. സോ ഞാനിവിടെ ബട്ടർ 2 minutes ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്യാണ്. ഈ ബട്ടർ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ സ്പീഡിലിട്ടിട്ട് വേണം ബട്ടർ ബീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഷുഗർ ആഡ് ചെയ്യുമ്പോഴും ഇത് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇത് രണ്ടും കൂടി ഒരു 5 minutes നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെൽ കമ്പൈൻഡ് ആവണം. എന്നാലാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ടെക്സ്ചർ കിട്ടത്തുള്ളൂ. സോ ഇത് ബീറ്റ് ചെയ്യുന്ന വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ബട്ടറും ഷുഗറും കൂടി നന്നായിട്ട് 5 minutes ബീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ആ ലൈറ്റ് ആൻഡ് ഫ്ലഫി ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറെ കമൻസും സജഷൻസും ഇടുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടുത്തത് ഞാൻ ഏത് കേക്കാണ് ബേക്ക് ചെയ്യേണ്ടത് എന്നതിൻ്റെ സജഷൻസും കമൻറ്റ് ബോക്സിൽ ഇടുക. സോ അത് മറക്കരുത്. സോ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് മുട്ടയാണ്. ഒരു മുട്ടയാണ് അറ്റ് എ ടൈം ഞാൻ ഇടുന്നത്. എന്നിട്ട് ആ മുട്ട നന്നായി ബീറ്റായി കഴിഞ്ഞാൽ വെൽ കമ്പൈൻഡ് ആയി കഴിഞ്ഞു എന്ന് കാണുമ്പോഴാണ് അടുത്ത മുട്ട എടുത്തുള്ളൂ. സോ ഞാൻ മുട്ട ഇടാൻ പോവാണ്. ഞാനിവിടെ 3 മുട്ടയും നന്നായി കമ്പൈൻഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടെക്സ്ചർ കണ്ടാൽ കുറച്ച് സ്ക്രാമ്പിൾഡ് പോലെ, കുറച്ച് സ്പ്ലിറ്റ് പോലത്തെ ഒരു ടെക്സ്ചറാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, ഇത് കറക്റ്റാണ് കേക്ക് ബാറ്ററിലേക്കുള്ളത്. ഇതിലേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കഴിയുമ്പോൾ പെർഫെക്റ്റ് കേക്ക് ബാറ്റർ ആവും. സോ ഇനി കേക്കിലേക്കുള്ള ഫ്ലോറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെയാണ്. ഇത് ഞാൻ ഇതിനകത്തേക്ക് സീവ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ 225 grams ആണ്. സോ
അത് ഞാൻ ഇത് ഇതിനകത്തേക്ക് ഇടുവാണ് സീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായി ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡയും 3/4 ടീസ്പൂണാണ്. സോ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് ഒരു ബൗളിലേക്ക് ആക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് സീവ് ചെയ്ത് കിട്ടും. സോ ഞാൻ ഈ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബട്ടറിൻ്റെ ബാറ്ററിലേക്ക് ഇടുകയാണ്. ഇടുമ്പോൾ കുറേശ്ശെ വേണം ഇടാനായിട്ട്. ഇത് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇത് പറക്കും, അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇടാൻ പാടുള്ളൂ. ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. സോ ഞാൻ അത് കുറച്ചേശ്ശെ ഇടുകയാണ്. സോ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ കുട്ടി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് പതുക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സ്ക്രേപ്പ് ഡൗൺ ചെയ്യണം. ഇത് നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം ലോ സ്പീഡിൽ ഇടാൻ മറക്കരുത്. കേക്ക് ബാറ്ററിലേക്കുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ട് കമ്പൈൻഡ് ആയെന്ന് കാണുമ്പോൾ ബീറ്റർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്യുക. ഈ സ്പാച്ചിൽ യൂസ് ചെയ്യുമ്പോൾ 1 ഡയറക്ഷനിൽ യൂസ് ചെയ്യണം, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ യൂസ് ചെയ്യേണ്ടത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ യൂസ് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിൽ എൻഡ് ചെയ്തിട്ട് നടുക്കൊരു കട്ട്. ഇതാണ് ഫോൾഡിങ് പ്രോസസ്സ്, അത് ചെയ്യാൻ മറക്കല്ലേ. സോ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള കേക്ക് ബാറ്ററാണിത്. ഞാനിനി ഇത് ഒരു 6 ഇഞ്ച് ഡയമീറ്ററിലുള്ള ടിന്നിലേക്ക് മാറ്റാണ്. ഞാൻ ഇങ്ങനത്തെ 2 ടിന്നാണ് യൂസ് ചെയ്തേക്കണേ. ഞാൻ 2 ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതാണ് 2 ടിൻ എടുത്തേക്കുന്നത്. ഈ ടിൻ ഞാൻ ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ അടിയിലും അതേപോലെ തന്നെ സൈഡിലും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ടിട്ട് പ്ലെയിൻ ഫ്ലോർ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും തൂക്കി കൊടുത്തിട്ട് ഇതേപോലെ താഴത്തേക്ക് കാണിച്ച് ഇതൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഫ്ലോറൊക്കെ പൊക്കോളും. അങ്ങനെ. സോ ഈ കേക്ക് ബാറ്റർ ഞാൻ ഈ 2 കേക്ക് ടിന്നിലേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നല്ല ചോക്ലേറ്റി ആണിത്. കേക്ക് ബാറ്റർ ഞാൻ ഈ ടിന്നിലേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കേക്ക് ടിൻ ഇനി പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്യണം. ഈ ടാപ്പ് ചെയ്യുമ്പോൾ ഇതിൽ എയർ ബബിൾസ് ഒക്കെ പൊക്കോളും, അതിനാണ് ഞാനിവിടെ ടാപ്പ് ചെയ്യുന്നത്. ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയിൽ ഓവൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. ഈ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ടൈം കഴിഞ്ഞിട്ട് 25 to 30 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഈ 25 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഞാൻ ഈ സ്പഞ്ച് കേക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്ക്യൂവർ ക്ലീൻ ആണെങ്കിൽ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അല്ല കുറച്ചൊക്കെ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബാക്കി 5 മിനിറ്റ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കുക്കിംഗ് ടൈം അല്ലെങ്കിൽ ബേക്കിംഗ് ടൈം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ടാകും. ഞാനിത് ഓവനിലേക്ക് വെക്കാൻ പോവാണ്. ഞാനിവിടെ ഓവൻ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ടൈം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഓവൻ നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓവനിലേക്ക് ഇത് വെക്കാൻ പോവാണ്. ഞാൻ ഓവനിൽ കേക്ക് 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ അതങ്ങനെ ബേക്ക് ചെയ്ത് വരട്ടെ. ഇനി വീട്ടിൽ ഓവനൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ വേറെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം കേക്ക് എങ്ങനെ ബേക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. കുക്കർ എടുക്കുക. കുക്കറിന് മേളത്തെ വെയിറ്റ് ഇടരുത്, അല്ലാണ്ട് ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിൻ്റെ ഉള്ളിൽ
ചെറിയ ഏതെങ്കിലും സ്റ്റാൻഡോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള ഒരു ചെറിയ പാത്രം വയ്ക്കുക. ഈ പാത്രം വെച്ചിട്ട് കുക്കറിൻ്റെ മേലത്തെ അടപ്പിനിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കുക്കർ നന്നായി പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കേക്ക് ടിൻ ഈ കുക്കറിലേക്ക് വയ്ക്കുക. കുക്കറിൻ്റെ അടിയിലേക്ക് വെക്കരുത്, അതായത് കുക്കറിൻ്റെ നേരെ അടിയിലേക്ക് വെക്കരുത്, അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് വെക്കണം. ഹീറ്റ് പെട്ടെന്ന് ഈ കേക്ക് ടിന്നിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഈ കുക്കറിൻ്റെ അടുപ്പം വെച്ച് നന്നായി ഒന്ന് മൂടി ഇതൊരു 5 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിലിടുക. എന്നിട്ട് അത് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് സിമ്മിൽ വെച്ചിട്ട് 20 മിനിറ്റ്സ് നന്നായി കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ടൈം 25 മിനിറ്റ്സ് ആയിട്ടുണ്ട് കുക്കറിൽ. സോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സെയിം പ്രോസസ്സാണ്, സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുക. കുക്കായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് പുറത്തെടുക്കാം. കുക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സോടെയും കുക്ക് ചെയ്തിട്ട് നമുക്ക് കേക്ക് എടുത്താൽ കറക്റ്റ് കേക്ക് കിട്ടും. സോ വീട്ടിൽ അവനില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്കും വെയിറ്റ് ചെയ്യാം. 2 കേക്കും 30 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് ലെവൽ ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഈ പ്ലെയിൻ സർഫസ്, ക്ലീൻ നീറ്റായിട്ടുള്ള സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെവൽ ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ഒരെണ്ണം ലെവൽ ചെയ്തു. സെക്കൻഡ് വൺ ഞാൻ ലെവൽ ചെയ്യുന്നത് കാണിച്ചു തരാം. സോ കേക്ക് ഇതാ ഇവിടെ വെച്ചു. ഇനി ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെവൽ നോക്കിയിട്ട് ഞാൻ ഈ പോർഷനിൽ നിന്ന് പതുക്കെ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഞാനിവിടെ ഒരു നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബ്രെഡ് നൈഫ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പതുക്കെ ഒരു സിക്സാക്കൊക്കെ ലൈനുള്ള ഒരു നൈഫാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്യാം. മെല്ലെ കട്ട് ചെയ്യാനേ പാടുള്ളൂ. ആദ്യം ഒരു ഔട്ട്ലൈൻ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഈ കേക്കിന് ഒരു ഔട്ട്ലൈൻ വരച്ച് കത്തി വെച്ചിട്ട് ഉള്ളിലേക്കും നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പ് പോർഷൻ എടുക്കുവാണ്. നല്ല സ്ട്രെയിറ്റ് ലൈൻ ഇതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഈ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ, ഈ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം അത് ഇരുന്നോളും. ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് ഇരുന്നോളും. ഈ സേവ് ചെയ്ത കേക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. സോ അത് കാണാൻ മറക്കരുത്. സോ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ ഫ്യൂച്ചർ വീഡിയോസ്. ഇനി ഞാൻ ഈ കേക്കിലേക്കുള്ള ഡെക്കറേഷൻ്റെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഈ കേക്കിന് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ഷുഗർ സിറപ്പ് ഞാൻ ചെയ്യണത് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യുക. അത് ഷുഗർ നന്നായിട്ട് ഒന്ന് ഡിസോൾവ് ആകുന്ന വരെ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോഴാണ് ഈ കേക്കിൻ്റെ മുകളിൽ എല്ലായിടത്തും ആകുന്ന പോലെ ഞാൻ ഇതിൽ സ്പ്രെഡ് ചെയ്യണത്. അത് ചെയ്യാം. ഈ ഷുഗർ സിറപ്പിൽ ഇപ്പോൾ അന്നത് സ്വീറ്റ്നെസ് കുറച്ച് മതിയെങ്കിൽ അതേപോലെ കുറയ്ക്കാം. അതേപോലെ തന്നെ സ്വീറ്റ്നെസ് കൂടുതൽ വേണ്ടവർക്ക് അതേപോലെ തന്നെ ഷുഗർ കൂടുതൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ഈ സ്റ്റെപ്പ്. പക്ഷെ ഞാൻ ഇതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് കേക്ക് ഒന്നുകൂടി മോയിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ഫ്രോസ്റ്റിംഗ് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതും ഇതിലേക്ക് ഞാൻ ഡെക്കറേഷൻ ടൈമിൽ ഇടും. സോ നമുക്ക് ഡെക്കറേഷൻ എങ്ങനെ നോക്കാം. ഷുഗർ സിറപ്പ് ഞാൻ ഇതിലേക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് തൂവി കൊടുക്കുന്നത് കണ്ടിത്. ഷുഗർ സിറപ്പ് ഇടുമ്പോഴേക്കും അത് നന്നായിട്ട് അബ്സോർബായി പോകുന്നുണ്ട്. ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂളിംഗ് ടൈം 15 മിനിറ്റ്സ് ആണ്. ഈ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കൂളിംഗ് റാക്കിലേക്കോ ഒന്ന് മാറ്റി വെക്കണം. ഈ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മാറ്റണേ, അല്ലെങ്കിൽ ആ പാനിലത്ത് ഈ കേക്ക് ഒന്ന് സ്റ്റിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ 15 മിനിറ്റ്സിൻ്റെ കൂളിംഗ് ടൈം കഴിയുമ്പോൾ മാറ്റി വയ്ക്കാൻ മറക്കല്ലേ.
കേക്കിൽ ഷുഗർ സിറപ്പൊക്കെ ഇട്ട് ഷുഗർ സിറപ്പ് കേക്കിൽ നന്നായിട്ടൊന്ന് അബ്സോർബായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യാണ്. ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് ഇത് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടാണ്. പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ ഒന്ന് എല്ലായിടത്തും ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഈക്വലി സ്പ്രെഡ് ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സെക്കൻഡ് ലെയർ ആണ് വെക്കുന്നത്. സെക്കൻഡ് ലെയർ ഞാൻ വെക്കുമ്പോൾ ഞാൻ കേക്ക് അപ്സൈഡ് ഡൗൺ ആണ് വെക്കുന്നത്. ബിക്കോസ് എനിക്ക് താഴത്തെ ഇത് നല്ല സ്മൂത്ത് സർഫേസ് ഉണ്ട്, അതാണ് ഞാൻ അപ്സൈഡ് ഡൗൺ വെക്കുന്നത്. ഓക്കെ, വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ കറക്റ്റ് ലെവലാണെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാണ്. ഇതിൻ്റെ ലാസ്റ്റ് ലെയറാണിത്, ഈ ലെയർ ബൈ ചോക്ലേറ്റ് കേക്കിൻ്റെ. സോ ഞാൻ ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത്. ഈ പാലറ്റ് നൈഫ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഒരു വുഡൻ സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യാം. അത് നല്ല കറക്റ്റ് ടെക്സ്ചർ കിട്ടിക്കോളും. അതേപോലെ തന്നെ ഇത് സൈഡിലേക്കും ഒന്ന് ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. സോ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലെയർ ബൈ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഹോപ്പ് യു വിൽ ട്രൈ ദിസ് അറ്റ് ഹോം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ബേക്കിങ്ങിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് ലെയർ ബൈ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ ബേക്കിംഗ് അലോങ് വിത്ത് മീ, ആൻഡ് ഇറ്റ്സ് മീ ജിൻസി സൈനിങ് ഓഫ്. താങ്ക് യു.